സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. 2 ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ 12 ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കൊല്ലത്തും തിരുവനന്തപുരത്തും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് കർശന വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാന്ത്വന സാജു ചേരുന്നു. അപ്പൊ സാന്ത്വന, 12 ജില്ലകളിലും വലിയ കരുതൽ വേണം. എങ്ങനെയാണ് ഈ മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങൾ? റോഷ്നി, വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടാകെ ദുരിത പെയ്ത്താണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ കുറച്ചു ദിവസം കൂടി ജാഗ്രത തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്നിപ്പോൾ റോഷ്നി ആദ്യം പറഞ്ഞതുപോലെ തന്നെ 12 ഇടത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരവും കൊല്ലവും മാത്രമാണ് അതിശക്തമായ മഴയില്ലാത്തത്. പക്ഷേ ഈ 2 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. കാരണം ആദ്യ അലേർട്ടായ യെല്ലോ അലേർട്ട് ഈ 2 ജില്ലകളിലും നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചവരെയുള്ള അലേർട്ടുകൾ പ്രകാരം തൃശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും കൂടി യെല്ലോ അലേർട്ടാണ് നൽകിയിരുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉച്ചയായതോടുകൂടി തന്നെ ആ അലേർട്ടും ഉയർത്തിയിട്ടുണ്ട്. തൃശൂരും പാലക്കാടും കൂടി അതിശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സാന്ത്വന സാജുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.